ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ 2-3 ദിവസമായിട്ട് വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അതിനൊന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കോൾസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, പുതിയ ലോഡ് കളക്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന നമ്മുടെ പ്ലാൻസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കോമ്പോസ് ഉണ്ട്, അത് മാത്രം ഇനി പെൻഡിങ് ഉണ്ട് അയക്കാൻ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് പ്ലാൻസും സോൾഡ് ഔട്ടാണ്. അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ പ്ലാൻസ് കളക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായി നമ്മൾ തമിഴ്നാട് കർണാടക ബോർഡറിൽ വന്നിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് പ്ലാൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ സെയിലിന് കൊണ്ടുവരുന്ന ഓരോ പ്ലാൻസും എന്ന് പറയുമ്പോൾ നമുക്ക് ആ നഴ്സറികളിൽ അധികം കിട്ടാത്ത പ്ലാൻസ് ആയിരിക്കും സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. കൂടുതലും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് ഒരു നഴ്സറിയിൽ നിന്ന് ചിലപ്പോൾ ഒരു 5 റോസ് ആയിരിക്കും ഓൺ റൂട്ടഡ് കിട്ടുക. അപ്പോൾ ഒരുപാട് പ്ലേസിൽ പോയിട്ടായിരിക്കും നമുക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത്രയും ടാസ്ക്കാണ്. ഓരോ ദിവസവും ഓരോ നഴ്സറീസിലും കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള, ചിലപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് ഒരു 5 റോസ്, ചിലപ്പോൾ ഒരു 10 റോസ്, ചിലപ്പോൾ ഒരു 15 റോസ്, ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഞാനൊരു ലോഡാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മളൊരു 3000 പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. 3000 പ്ലാന്റ്സ് കൊണ്ടുവരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1500 പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. അതിനകത്ത് വരുന്ന പ്ലാന്റ്സാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മിഡ് നൈറ്റ് ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ക്രീപ്പർ ജാക്കി ഉണ്ട്, പിന്നെ നമ്മുടെ പിങ്ക് ബട്ടൺ, അഹല്യ, സമ്മർ സ്നോ, അതുപോലെ തന്നെ കുറേ പ്ലാന്റ്സ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കണ്ടു പർച്ചേസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറേ ഒന്നും നമുക്കങ്ങനെ വീഡിയോ എടുത്തൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ഈ ബട്ടർഫ്ലൈ റോസ്, ഇതിൻ്റെ ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളൊക്കെ പലരും വിളിക്കുമ്പോഴത്തേക്കും എനിക്കതിന് റിപ്ലൈ തരാനായിട്ട് പറ്റാത്തത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലോഡ് എടുക്കാൻ പോകുന്നുള്ളത് മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊറിയർ ഡിലേ വരും, കാരണം ഇനിയിപ്പോൾ പ്ലാൻസ് എടുക്കാൻ പോകുന്നതുകൊണ്ട് നെക്സ്റ്റ് മൺഡേ കൊറിയർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഇന്നായിരുന്നു നാട്ടിൽ റീച്ച് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ പ്ലാൻസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, മിക്കവാറും നാളെ ആയിരിക്കും 3000 റോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളിവിടെ നിന്ന് ഈവനിങ് നമുക്ക് തിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ നാട്ടിലെത്തും. ശനിയോ ഞായറോ എത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടായിരിക്കും സെയിൽ സ്റ്റാർട്ട് ചെയ്യുക. എത്ര പ്ലാൻസ് ഉണ്ടെന്നുള്ളതെല്ലാം നോക്കിയിട്ടായിരിക്കും സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേരൊക്കെ കുറേ പ്ലാൻസൊക്കെ പറഞ്ഞു റോസിൻ്റെ വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൽ ക്രീപ്പർ റോസിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്തിട്ട് അത് നാട്ടിലെത്തി പ്ലാൻസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഓൾറെഡി ഒരു കഴിഞ്ഞ വട്ടത്തെ കൊറിയർ തന്നെ ഇഷ്ടംപോലെ പെൻഡിങ് ആണ്. ആ ഒരു വാവുലിയുടെ ലീവ് വന്നത് കാരണമാണ് അന്ന് കൊറിയർ ഒന്നും അയക്കാൻ പറ്റാത്തത്. അപ്പോൾ അത്രയും പേരുടെ കൊറിയർ ഓൾറെഡി പെൻഡിങ്ങിലാണ്. അപ്പോൾ അത് അയച്ച് തീർക്കാണ്ട് ഇനി പുതിയ ഓർഡർ എടുത്തിട്ട് നമുക്ക് അയക്കാൻ എല്ലാത്തിനും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓർഡർ തരുന്നവരായാലും കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നത് പിന്നെ നമുക്ക് അവരുടെ കോൾസും വാട്സപ്പ് കോളും വാട്സപ്പ് മെസ്സേജും ഒക്കെ ആയിരിക്കും, എന്നാൽ പ്ലാൻസ് അയക്കാം. ഞാൻ ഓൾറെഡി നമ്മുടെ ആ ഒരു കാറ്റലോഗിലല്ല, നമ്മുടെ വിഷ് മെസ്സേജ് ഉണ്ട്, നമ്മുടെ ഫസ്റ്റ് മെസ്സേജ് അയക്കും, അതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓർഡർ പ്ലേസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ കൊറിയർ അയക്കുക എന്നുള്ളത്. ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും ഒരു 2 ദിവസം ആയവരൊക്കെയും മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ മെസ്സേജ് വരും. അവരുടെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 കോളൊക്കെയാണ് വാട്സപ്പിനകത്ത് ഒരുമിച്ച് വരുന്നത്. വാട്സപ്പിനകത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നോർമൽ കോൾ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് റിപ്ലൈ കൊടുക്കാനോ എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെസ്സേജ് അയച്ചിട്ടേക്കും. ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നൈറ്റ് 10 മണിക്കുള്ളിലായിരിക്കും റിപ്ലൈ കൊടുത്ത് തീർക്കുക. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ലോഡ് എടുക്കാൻ വന്നത് കാരണം ഇപ്പോൾ ആ 10 മണിക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതൊന്നും നടക്കുന്നില്ല. കാരണം നമ്മൾ ഈ ലോഡെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ടയേർഡാവും. അപ്പോഴത്തേക്കും പിന്നെ മെസ്സേജ് നോക്കുക എന്നുള്ളതൊക്കെ നല്ല പാടാണ്. മാക്സിമം കുറേയൊക്കെ മെസ്സേജസ് നോക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ ലോഡിലെ സാധനങ്ങളൊന്നും നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പം സെയിലിനായിട്ട് എടുക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഞാനൊന്ന് നാട്ടിലെത്തി, നമ്മുടെ കൊറിയറൊക്കെ ഒന്ന് തിങ്കളാഴ്ച കൊണ്ട് തന്നെ എല്ലാ ഓർഡർ ചെയ്തവർക്കുള്ള
എല്ലാ പ്ലാൻസും അയച്ചു തീർക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ പ്ലാൻസിൻ്റെ നമ്മൾ സെയിലിനായിട്ട്, അതായത് കൊറിയർ അയക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര കൺഫ്യൂഷൻ ആവും. പ്ലാന്റ് പൈസ അയച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ടെൻഷനൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പം നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടാൽ തന്നെ കോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും, ഒരു വോയിസ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നോർമൽ കോൾ മാക്സിമം നോർമൽ കോൾ വിളിക്കാണ്ട് വാട്സപ്പ് എന്നെ ആക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കോൾസ് വരുമ്പോഴത്തേക്കും ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഫോൺ ത്രൂ മാത്രമേ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ അറിയുള്ളൂ. അവരിങ്ങനെ വിളിച്ചിട്ട് ഫോണിലിങ്ങനെ നമ്പറുടെ വീടിൻ്റെ അഡ്രസ്സും നമ്പരും ഒക്കെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മക്കളോ അല്ലെങ്കിൽ ചെറുമക്കളോ ഒക്കെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളാവും. ഇപ്പോൾ എല്ലാ കോൾസും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർക്കാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യാനും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ത്രൂ കാര്യങ്ങൾ ചെയ്യുക. വാട്സപ്പിലാവുമ്പോഴത്തേക്കും ഒന്ന് ഫ്രീ ആവുന്ന ടൈം എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റും. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓർഡേഴ്സ് എല്ലാം, പെൻഡിങ് ഉള്ള ഓർഡേഴ്സ് എല്ലാം ഞാൻ ഉടനെ തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തന്നെ ഓർഡർ അയക്കും. പിന്നെ നമ്മളെ പ്ലാന്റ്സൊക്കെ നടുമ്പോഴത്തേക്ക് നമ്മുടെ വളം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോസ് ബൂസ്റ്റർ നമ്മുടെ പ്ലാന്റ്സ് നടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചട്ടിയിൽ ഒരു പിടി ഇട്ടിട്ട് നമ്മൾ മണ്ണിൽ ആഡ് ചെയ്തോ അല്ലെങ്കിൽ 1-2 പിടി മണ്ണിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ചിലർ ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ നടുന്നവരുണ്ടാവും, സെപ്പറേറ്റ്. നമ്മളെ ഈ ഒരു വളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ 1 പിടിയോ 1.5 പിടിയോ വളമിട്ട് മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റോസ് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് വളമൊന്നും കൊടുക്കേണ്ടി വരില്ല. പിന്നെ നിങ്ങൾക്ക് 15 ദിവസം കൂടുമ്പോൾ ആ വളം തന്നെ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡാപ്പ് കൊടുക്കാം, ഒരു 15 ദിവസം കൊണ്ട് ഡാപ്പ് കൊടുക്കാം, നെക്സ്റ്റ് 15 ഡേ കഴിയുമ്പോൾ ഈ ഒരു വളം കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ വളത്തിൻ്റെതും ഞാൻ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് അതും പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. കുറേ വളത്തിൻ്റെ ഓർഡറും പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതുപോലെ തന്നെ അയക്കും. അതുപോലെ തന്നെ കുറച്ച് ലോട്ടസിൻ്റെയും വാട്ടർ ലില്ലിയുടെയും ഓർഡർ പെൻഡിങ് ആണ്. അതും ഞാൻ അന്നേരം തന്നെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ പ്ലാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉണ്ടാവും. പിന്നെ ഞാൻ അയച്ചു കഴിഞ്ഞിട്ട് മാക്സിമം നിങ്ങൾ ഓർഡർ തരുന്നവർ വാട്സപ്പിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം യൂട്യൂബ് ചാനൽ വഴിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേഷൻസും ഞാൻ യൂട്യൂബ് ചാനൽ വഴിയിട്ടായിരിക്കും തരുന്നത്. വേറൊന്നുമല്ല, രാവിലെ നമ്മൾ കൊറിയർ ഒരു 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈവനിങ് ഒരു 5:30 വരെ നമുക്ക് കൊറിയർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗാർഡനിൽ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ റീപോട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അന്നേരം തന്നെ നമുക്ക് ആ സ്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ ഓരോരുത്തർക്കായിട്ട് വന്ന് വാട്സപ്പ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. മാക്സിമം ഞാൻ അയക്കാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, ഞാൻ പ്ലാൻസ് മേടിച്ച് കഴിഞ്ഞാൽ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാറുണ്ട്. ചില ടൈമിലൊന്നും എനിക്ക് അങ്ങനെ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് അതിനകത്ത് കൂടെ അപ്ഡേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമാവും, എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും. ചിലപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങൾക്കിപ്പോൾ വാട്സപ്പിൽ ഇടാൻ മറന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല. പിന്നെ പ്ലാൻസൊക്കെ മാക്സിമം ഓർഡർ ചെയ്യുന്നവർ അത് അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കളക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം ഒരു 5:30-ക്കൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്, ഈവനിങ് ആയി, എനിക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ 4 മണിക്കൊക്കെ ആയിരിക്കും പോയി കളക്ട് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മാക്സിമം കൊറിയർ വരുന്നതിൻ്റെ നിങ്ങൾ അലർട്ടായിരിക്കുക. കൊറിയർ അയച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കൊറിയർ എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്താണോ അത് മാക്സിമം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം ഞാൻ പുതിയ ലോഡുമായിട്ട് ഉടനെ തന്നെ നാട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാം. കൊറിയർ ത്രൂ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ ലോഡിലുള്ള റോസുകളാണ് ഈ വീഡിയോയിൽ ഫുള്ള് കാണിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഈ ഒരു വാട്സപ്പ് നമ്പറിലൊന്ന് സേവ് ചെയ്യാം. വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതിയാവും. ഇതിൻ്റെ കൊറിയറൊക്കെ നമ്മൾ അയച്ചു തുടങ്ങുന്നത് നെക്സ്റ്റ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും ഇതിൻ്റെ കൊറിയർ സ്റ്റാർട്ട് ചെയ്യാം. കാരണം തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പെൻഡിങ് ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്